Buchholz relay is operated by gas pressure, eddy current, electrostatic induction, electromagnetic induction. Buchholz relay എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? മെയിൻലി 500 kVA എബവ് ഉള്ള ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? Buchholz relay യൂസ് ചെയ്യുന്നത്. ഇതൊരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ് അല്ലേ? ഈ റിലേ നമ്മുടെ ട്രാൻസ്ഫോമറിനെ അത് ഇന്റേണൽ ഫോൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ് Buchholz relay എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ മെയിൻ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ. കൺസർവേറ്ററിന് മെയിൻ ടാങ്കിനെ കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈനിലായിരിക്കും നമ്മൾ യൂഷ്വലി നമ്മുടെ Buchholz relay നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ Buchholz relay എന്ത് സംഭവിക്കും? ഇന്റേണൽ ഫോൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ ഫോൾട്ട് എന്ന് പറയുമ്പോൾ ബോത്ത് മേജറും മൈനറും കാണും അല്ലേ? സോ ബോത്ത് മേജർ ആൻഡ് മൈനർ ഇന്റേണൽ ഫോൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? എൻ്റെ Buchholz relay യൂസ് ചെയ്യാൻ പറ്റും. ഒരു മൈനർ ഫോൾട്ട് ആണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ ടേൺസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് കോർ, അങ്ങനെ ഒരു മൈനർ ഫോൾട്ട് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് പറ്റും? ആ മൈനർ ഫോൾട്ടിന്റെ സമയത്ത് ഇവിടെയുള്ള നമ്മുടെ ഈ അലാം സർക്യൂട്ട് ആയിരിക്കും നമ്മുടെ ഇവിടെ എനർജൈസ് ആവുന്നത്. അതൊരു മൈനർ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിൽ ഡീകമ്പോസ് ചെയ്യും, ലോട്ട് ഓഫ് ഗ്യാസസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ആ ഗ്യാസസ് നമ്മുടെ Buchholz ചേമ്പറിന്റെ ടോപ്പിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിൽ ഒരു ഫ്ലോട്ട് ഉണ്ട്. ആ ഫ്ലോട്ട് എന്ത് സംഭവിക്കും? താഴത്തോട്ട് ഷിഫ്റ്റ് ആവില്ല. ഈ ഓയിൽ ലെവൽ കുറയുന്നതനുസരിച്ച് ഫ്ലോട്ട് താഴത്തോട്ട് ഷിഫ്റ്റ് ആവും. അന്നേരം ഈ മെർക്കുറി സ്വിച്ചിന്റെ പൊസിഷനും ടിൽട്ടായി മെർക്കുറി സ്വിച്ച് ക്ലോസ് ആയി ഒരു അലാം സർക്യൂട്ട് എനർജൈസ് ചെയ്യും. ഒരു മൈനർ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു വാർണിംഗ് തരും, അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മളോട് പ്രിക്വേഷൻ എടുക്കാനാണ് പറയുന്നത്. ഇനി ഒരു മേജർ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ ഫേസസ് അല്ലെങ്കിൽ ഒരു ഫേസ് ടു എർത്ത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫേസ് ടു എർത്ത് എർത്ത് ഫോൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു മേജർ ഫോൾട്ട് ആണ് അല്ലേ? സോ അങ്ങനെ ഒരു മേജർ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ഹ്യൂജ് ഇൻട്രഷ് ഓഫ് ഓയിൽ ആയിരിക്കും നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ Buchholz ചേമ്പറിലോട്ട് ഉണ്ടാവുന്നത്. സോ അന്നേരം എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ലോവർ ഫ്ലോട്ട് എന്ന് പറയുന്ന ടിൽട്ടായി അത് നമ്മൾ അതിലൊരു മെർക്കുറി സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മെർക്കുറി സ്വിച്ച് നമ്മളൊരു ട്രിപ്പ് സർക്യൂട്ടിലോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ട്രാൻസ്ഫോമറിലോട്ടുള്ള പവർ സപ്ലൈ കട്ട് ചെയ്യും അല്ലേ? സോ ഒരു മൈനർ ഫോൾട്ടിന്റെ സമയത്ത് നമുക്കൊരു വാർണിംഗ്, ഒരു അലാം സർക്യൂട്ടാണ് എനർജൈസ് ആവുന്നത്, അതുവഴി നമുക്കൊരു വാർണിംഗ് തരും. അതുപോലെ തന്നെ ഒരു മേജർ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിനെ ഫുള്ളി നമ്മൾ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രിപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്ന Buchholz relay is operated by എന്താണ്? ഇറ്റ് ഇസ് എ ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. ആ ഗ്യാസ് പ്രഷറിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ Buchholz relay വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. Buchholz relay is a ഗ്യാസ് ഓപ്പറേറ്റഡ് റിലേ, gas pressure operated relay. Okay. Next question. Heat from the filament of a lamp is transmitted to the surrounding mainly through. Options ഏതൊക്കെയാണ്? Conduction, radiation, convection, none of the above. നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫറിന് നമുക്ക് മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അതുപോലെ തന്നെ റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സോളിഡ്സിലൊക്കെ നടക്കുന്നതാണ് അല്ലേ? അതായത് അതിന്റെ കോണ്ടാക്ട് വഴി ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വേറൊരു സബ്സ്റ്റൻസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫ്ലൂയിഡ്സ്, അതായത് ഗ്യാസസ് അല്ലെങ്കിൽ ലിക്വിഡ്സിൽ നടക്കുന്ന ഒരു ഹീറ്റ് എന്താ പറയുക ട്രാൻസ്ഫർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ മോളിക്കുലാർ മൂവ്മെന്റ് വഴിയിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മിൽക്ക് ഒരു പാനിൽ വെച്ച് ചൂടാക്കുകയെന്ന് വെച്ചാൽ എന്താണ് പറ്റുന്നത്? അതിന്റെ ബോട്ടം ലെയറുള്ള മോളിക്യൂൾസ് ആ ഫ്ലെയിമിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ചൂടാവും. അതെന്ത് സംഭവിക്കും? അത് മുകളിലോട്ട് റൈസ് ചെയ്യും. അന്നേരം മുകളിലുള്ള കോൾ മിൽക്ക് താഴത്തോട്ട് പോകും. സോ അങ്ങനെ മോളിക്കുലാർ മോഷൻ വഴിയിട്ടാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ വേവിന്റെ ഫോമിൽ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫോമിൽ നമ്മുടെ എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ റേഡിയേഷൻ വേവ്സിന്റെ രീതിയിലായിരിക്കും നമ്മുടെ ഇപ്പോൾ സണ്ണിന്ന് അറിയാം. സണ്ണിന്നൊക്കെ നമുക്ക് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേഷൻ വഴിയാണ് വരുന്നത് അല്ലേ? സോ അതുപോലെ നമ്മുടെ ഒരു ഫിലമെന്റ് ലാമ്പ് എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഏതാണ്? വേവ് മോഷൻ അല്ലെങ്കിൽ വേവ് ഫോമിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഏത് ഫോം ആയിരിക്കും? റേഡിയേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ ബി റേഡിയേഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോം ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് ഈസ്. ഓപ്ഷൻസ് 1, 1.11, 1.44 ആൻഡ് 1.57. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഹാഫ് വേവ് റെക്ടിഫൈഡ്. ഹാഫ് വേവ് റെക്ടിഫൈഡിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്? അതായത് ഒരു ഹാഫ് സൈക്കിളേ നമുക്ക് ഉണ്ടാവൂ അല്ലേ? ദാറ്റ് ഇസ് പൈ 2π ആണെങ്കിൽ അടുത്ത 2π to 3π ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് Vm ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Vm ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ ആവറേജ് വാല്യൂ Vm ബൈ പൈ ആൻഡ് RMS വാല്യൂ ഈസ് Vm ഡിവൈഡഡ് ബൈ 2.
ഇനി നമുക്ക് എന്താണെന്നറിയാം, ഫോം ഫാക്ടർ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് RMS ഡിവൈഡഡ് ബൈ ആവറേജ് ആണ് അല്ലേ. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് നമ്മുടെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. സോ RMS വാല്യൂ എന്ന് പറയുന്നത് VM ഡിവൈഡഡ് ബൈ 2 ആണ്. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് VM ഡിവൈഡഡ് ബൈ പൈ ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ ഈസ് π/2 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 1.57 ആയിരിക്കും π/2ന്റെ വാല്യൂ. സോ ഇവിടെ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും, 1.57. ഒന്നുമില്ല, ഫോം ഫാക്ടർ എന്ന് വെച്ചാൽ RMS ബൈ ആവറേജ് ആണ്. RMS വാല്യൂം ആവറേജ് വാല്യൂം ഒരു റെക്ടിഫൈഡ് സൈൻ വേവിനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം ഫോം ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് EMF ജനറേറ്റഡ് ബൈ എ ജനറേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻസ് സ്പീഡ്, നമ്പർ ഓഫ് പോൾസ്, മെഷീൻ റേറ്റിംഗ്, ബോത്ത് A and B. അതായത് ഒരു DC ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇക്വേഷൻ അല്ലെങ്കിൽ EMF ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇഫ് EG ആണ് EMF ജനറേറ്റഡ് ഇൻ എ ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5Zn ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു P ഡിവൈഡഡ് ബൈ A ആയിരിക്കും. ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ ആണ്. അതുപോലെ തന്നെ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. N എന്ന് പറയുന്നത് സ്പീഡാണ്. അതുപോലെ P നമ്പർ ഓഫ് പോൾസ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് അല്ലേ. സോ ഇതാണ് നമ്മുടെ EMF ജനറേറ്റഡ് അല്ലെങ്കിൽ ഒരു ജനറേറ്ററിന്റെ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെ നമുക്ക് എന്തറിയാം? നമ്മുടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ EMF ഇക്വേഷൻ? ഡെഫിനറ്റ്ലി സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആൻസർ ആണ്. നമ്പർ ഓഫ് വോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ നമുക്ക് P എന്ന് പറയുന്ന ടേം ഉണ്ടല്ലേ. സോ നമ്പർ ഓഫ് വോൾസിനെ ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെഷീൻ റേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എനെയും ബിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി, ബോത്ത് A and B ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു EMF ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, 5Zn ബൈ 60 ഇൻറ്റു P ഡിവൈഡഡ് ബൈ A. ഇവിടെ A എന്ന് പറയുന്ന പാരലൽ പാത്ത് ആണ്. A എന്ന് പറയുന്നത് 2 ആയിരിക്കും ഫോർ വേവ് വൈൻഡിങ്. അതുപോലെ തന്നെ A ഈസ് ഈക്വൽ ടു P ആയിരിക്കും ഫോർ ലാപ്പ് വൈൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിലിണ്ടറിക്കൽ വൈൻഡിങ് ഓൺ ട്രാൻസ്ഫോമേഴ്സ് ഈസ് ജനറലി യൂസ്ഡ് ബിയോണ്ട്. സിലിണ്ടറിക്കൽ വൈൻഡിങ്സ് നമ്മളൊരു ട്രാൻസ്ഫോമറിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് 6 kVക്ക് എബോവ് ആണ്. 6 kVക്ക് എബോവ് ആണ് നമ്മൾ നോർമലി എന്താണ് ഈ സിലിണ്ടറിക്കൽ വൈൻഡിങ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് നമ്മൾ ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ സിലിണ്ടറിക്കൽ വൈൻഡിങ്ങിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിയോണ്ട് 60 kV ആയിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.